നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. പലപ്പോഴും പല സെറ്റിങ്സും നമുക്കറിയില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെറ്റിങ്സ് പോലെ അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകളുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് സെറ്റിങ്സ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈൽ ഫോണിലും ഇതുപോലെ ഡാർക്ക് മോഡ് എന്നൊരു ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ അതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു സെറ്റിങ്സിലേക്ക് നിങ്ങൾ എത്താൻ സാധിക്കും. ഇനി ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഡിസ്പ്ലേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവർ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണും. നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുത്താലും ഇതേ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ ഇതിനകത്ത് നമുക്ക് ഒരുപാട് സെറ്റിങ്സുകൾ ലഭ്യമാണ്. നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ ഇവിടെ സൗകര്യമുണ്ട്. ഡാർക്ക് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് കുറക്കാൻ സാധിക്കുകയും നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, ബ്രൈറ്റ്നസ് കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും മാത്രമല്ല നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാനൊക്കെ സാധിക്കും. ഒരുപാട് ബാറ്ററി ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ സമയത്തേക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഡാർക്ക് മോഡ് സഹായിക്കും. എന്നാൽ ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങളുടെ ഷെഡ്യൂൾഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഓർക്കുക, ഓരോ മൊബൈൽ ഫോണിൽ വ്യത്യസ്തമായ സെറ്റിങ്സുകളായിരിക്കും. നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഷെഡ്യൂൾഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണും. ഒന്നാമത്തെ സൺസെറ്റ് ടു സൺറൈസ് എന്നാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലും പ്രകാശമുള്ള സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമ്മുടെ ബ്രൈറ്റ്നസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞു വരില്ല. അപ്പോൾ ഇത് ഈ സൺസെറ്റ് ടു സൺറൈസ് എന്നുള്ള ഭാഗത്ത് എനേബിൾ ചെയ്താൽ നിങ്ങൾ മൊബൈലുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കൂടി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരും ഈ ഒരു സെറ്റിങ്സ്. രണ്ടാമത്തെ സെറ്റിങ്സ് കസ്റ്റം എന്നുള്ള ഭാഗമാണ്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും. രാത്രി ഒരു 6 മണിക്ക് ശേഷം, വൈകുന്നേരം 6 മണിക്ക് ശേഷം രാവിലെ ഒരു 7 മണി വരെ നിങ്ങൾക്ക് ഡാർക്ക് മോഡിലേക്ക് മാറണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ലൈറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഡാർക്ക് മോഡ് വേണ്ട സമയം എപ്പോഴാണെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി സമയത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈം സെറ്റ് ചെയ്ത് ഡാർക്ക് മോഡിലേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറ്റാൻ സാധിക്കും. നമുക്ക് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ഡാർക്കിനോടുള്ള ഉപയോഗം, കാരണം നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. തൊട്ടടുത്ത് വന്നാൽ സ്ക്രീൻ കളർ ഉണ്ട്. നമ്മുടെ സ്ക്രീൻ ഏത് കളറിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ലൈൻ പിടിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഐ കംഫർട്ട്, നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഫീച്ചറാണ്. ഇത് എനേബിൾ ചെയ്താൽ നമ്മുടെ സ്ക്രീന് ഒരു പ്രത്യേക കളറിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും. ഫോണ്ട് സ്റ്റൈൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേയുടെ സൈസ് മാറ്റാനുള്ള സൗകര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഓട്ടോ റൊട്ടേറ്റ് ചെയ്യാനുള്ള സൗകര്യം, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീന് ഓഫ് ചെയ്യാൻ, അതായത് നമ്മൾ സാധാരണ ഇവിടെ 15 സെക്കൻഡിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അൺലോക്ക് ചെയ്ത മൊബൈൽ ഫോൺ പെട്ടെന്ന് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് 15 സെക്കൻഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്ത് എവിടെയെങ്കിലും വെച്ചാൽ 15 സെക്കൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ക്രീൻ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ഓഫ് ആകുന്നതിന് വേണ്ടി 15 സെക്കൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്ത് ലഭ്യമാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറുകളാണ്. ഓരോന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.